തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ 2455 വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള 4 എംപിമാരും ഒരു തമിഴ്നാട് എംപിയും ഉൾപ്പെടെ 160 യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന 1 മണിക്കൂറിന് ശേഷമാണ് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് വിമാനം ചെന്നൈ അണ്ണാ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ച് വിടുകയായിരുന്നു. ലാൻഡിംഗിന് 2 തവണ ശ്രമിച്ച ശേഷമാണ് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയത്. അടിയന്തര ലാൻഡിംഗിനിടെ വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിമാനം 2 മണിക്കൂറോളം ചെന്നൈക്ക് മുകളിൽ വട്ടം വിട്ട് പറന്നതായി UDF കൺവീനർ അടൂർ പ്രകാശ് MP പറഞ്ഞു. യാത്രക്കാർ പരിഭ്രാന്തരായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന MPമാർ. ഇവർ ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു. സംഭവത്തിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ രംഗത്തെത്തി. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നുള്ള മുൻകരുതലിന്റെ ഭാഗമാണ് വിമാനം ചെന്നൈയിലേക്ക് വഴിതിരിച്ചു വിട്ടതെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചത്. വിമാനത്തിൽ സാങ്കേതിക പരിശോധന നടത്തുന്നുണ്ടെന്നും യാത്രക്കാർക്കായി ബദൽ സൗകര്യം ഒരുക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. MPമാർ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിമാനത്തിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ കുറിച്ച് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ ഉറപ്പു നൽകി. അതേസമയം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചു. DGCAയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. സാങ്കേതിക തകരാറുകൾ വിമാനയാത്രയിൽ സാധാരണമാണെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത്തരം സംഭവങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ടെന്ന് വ്യോമസേന വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എയർ ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങളുടെ സാങ്കേതിക നിലവാരം ഉറപ്പുവരുത്തണമെന്ന് യാത്രക്കാർ അഭിപ്രായപ്പെട്ടു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന MPമാരും സമാനമായ അഭിപ്രായം പങ്കുവച്ചു. അതേസമയം യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഒരുക്കുന്നതിലുള്ള കാലതാമസം കൂടുതൽ അസൗകര്യം ഉണ്ടാക്കിയതായി ചില യാത്രക്കാർ പരാതിപ്പെട്ടു. അടിയന്തര ലാൻഡിംഗിന് ശേഷം ഉടൻ തന്നെ പകർ സംവിധാനം ഒരുക്കാൻ എയർ ഇന്ത്യക്ക് സാധിക്കണമായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി. മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായി യാത്രക്കാർ പറഞ്ഞു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറിന് കാരണം എന്താണെന്നും അടിയന്തര ലാൻഡിംഗിന് സ്വീകരിച്ച നടപടികൾ കൃത്യമായിരുന്നോ എന്നും DGCA അന്വേഷിക്കും. എയർ ഇന്ത്യയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും DGCA പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ പൈലറ്റ്മാരുടെ പരിചയസമ്പത്തും സമയോചിതമായ ഇടപെടലുമാണ് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നത്. ഈ സംഭവത്തിലും പൈലറ്റുമാരുടെ കൃത്യമായ തീരുമാനമാണ് യാത്രക്കാരെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിച്ചത്. അപകട സൂചന ലഭിച്ച ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷിതരാക്കാൻ എടുത്ത തീരുമാനം എയർ ഇന്ത്യ വക്താവ് അഭിനന്ദിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശേഷം ചെന്നൈ വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ആവശ്യമായ വൈദ്യസഹായവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കിയിരുന്നു. എയർ ഇന്ത്യയുടെയും വിമാനത്താവള അധികൃതരുടെയും ഏകോപിതമായ പ്രവർത്തനമാണ് യാത്രക്കാർക്ക് ആശ്വാസമായത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു.